വചനത്തിന് അത്ഭുതകരമായ വിടുതലിൻ്റെ ശക്തിയുണ്ട്. ഇത് പ്രിയമുള്ളവരെ, അച്ഛന്മാർക്ക് വേണ്ടി മാത്രമല്ല. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഭയപ്പെട്ട് കരയുമ്പോൾ മാതാപിതാക്കന്മാർ എന്നാ ചെയ്യുമായിരുന്നു? ബൈബിള് കൊണ്ടുവന്ന് തലക്കണ വെക്കുമായിരുന്നു അല്ലേ? ഈ ബൈബിള് കൊണ്ടുവന്ന് ഈ തലയുടെ അവിടോട്ട് വെച്ച് കഴിയുമ്പോൾ അതുവരെ ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. വചനത്തിൻ്റെ ശക്തിയാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം അതൊരു ധ്യാനമാകണം എൻ്റെ ജീവിതത്തിൽ. വചനം എൻ്റെ ജീവിതത്തിൽ ഒരു ധ്യാനമാകുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ വചനം ഉറപ്പിക്കപ്പെടും. അപ്പോൾ അവൾ കിടന്ന മുറിയിലേക്ക് ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ ഇവള് എന്നെ കണ്ടതും അങ്ങോട്ട് അലറാൻ തുടങ്ങി. അലർച്ച എന്ന് പറഞ്ഞാൽ ആ പ്രദേശം കേൾക്കുന്ന ശബ്ദത്തിൽ അലറുകയാണ്. ഞാൻ അടുത്തോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ഇവൾ അവിടെ കിടന്നൊരു ബെഡ്ഷീറ്റ് എടുത്ത് അവിടെ തലയെ കൂടി ഇട്ട്. ആദ്യം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോഴത്തേന് അവൾ ആ ബെഡ്ഷീറ്റ് വലിച്ചു കീറി. അത്ര ബലം. അപ്പം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണിത്. പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ എൻ്റെ ആകെ ഉള്ളതൊരു 10 മണി കൊന്തയാണ്. അപ്പോൾ ഞാൻ ഈ കൊന്തയൊക്കെ കയ്യിലെടുത്ത് ഞാൻ ഇവളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഇവളുടെ തലയെ കൈ വെച്ചപ്പോൾ ഇവൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു കൈ കൊണ്ട് അടിച്ചപ്പോൾ ഞാൻ ഒരു കൈ തലയെ വെച്ചേക്കല്ലേ, മറ്റേ കൈ കൊണ്ട് ഞാൻ മറ്റേ കൈയെ പിടിച്ചു. അപ്പോൾ ഇടത്ത് കൈ കൊണ്ട് അടിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ വന്ന പയ്യൻ ഇടത്ത് കൈയെ പിടിച്ചു. അപ്പോൾ ഇവൾ തൊഴിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ 2 കാലിലൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ 3 പേര് വിചാരിച്ചിട്ട് ഇവളെ ഒന്ന് ഒതുക്കാൻ പറ്റണില്ല. അപ്പോൾ എനിക്കാകെ അറിയാവുന്ന ഈ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥന ചൊല്ലി കുരിശടയാളം വരച്ചപ്പോൾ ഇവളൊന്ന് മയങ്ങി കട്ടിലോട്ട് വീണു. ഞാൻ വിചാരിച്ചു, കൊള്ളാം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്നാ എഫക്റ്റാണ്. കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആൾ മയങ്ങിപ്പോയി എന്ന് വിചാരിച്ച് ഞാൻ കൈ തിരിച്ചെടുക്കുകയും പോയ സ്പീഡിൽ എഴുന്നേറ്റ് വന്ന് അവൾ എന്നെ അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു വചനം വരികയാണ്. ലൂക്കാ 10:19. വചനം ഇതാണ്: പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കും. അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ, ആ വചനം ഞാൻ അത്ര കാര്യമായി ഒരിക്കൽ പോലും വായിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. ശ്രദ്ധയോടെ വായിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഈ വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ ഈ കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ എനിക്ക് നൽകിയ അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഈ കുട്ടിയുടെ ശിരസിൽ കുരിശടയാളം വരച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പിന്നെയും മയങ്ങി കട്ടിലേക്ക് വീണു. ഞാൻ കൈയെടുത്തു, അവൾ മയങ്ങി കിടക്കാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, 1 ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ, ഞാൻ പ്രാർത്ഥിച്ച് തരാം, അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അമ്മ പോയി വെള്ളം കൊണ്ടുവന്നു. ഞാൻ പ്രാർത്ഥിച്ച് അമ്മയുടെ കൊടുത്ത. അമ്മ അതുകൊണ്ട് അകത്തോട്ട് പോയപ്പോൾ അവൾ ഉണർന്നിരിക്കുന്ന കണ്ടിട്ട് എന്നോടൊന്ന് പറഞ്ഞു, വെച്ചാൽ അവൾ ഉണർന്നിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഇവളുടെ അടുത്തേക്ക് ഈ വെള്ളവുമായിട്ട് ചെന്നപ്പോൾ ഇവൾ ചാടി എഴുന്നേറ്റിട്ട് എന്നോട്, അയ്യോ ജിൻസച്ച എപ്പോഴാണ് വന്നേ? എന്നിട്ട് അമ്മയോട്, അച്ഛൻ വന്നിട്ട് എന്താ അമ്മ എന്നോടൊന്നും പറയാൻ? ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഞാൻ അവളുടെ മുമ്പിൽ നിന്നുള്ള ജിംനാസ്റ്റിക് മുഴുവൻ കാണിച്ചിട്ട് ഇതാരാ വന്നേന്നോ എന്നാ ചെയ്തേന്നോ എന്താ പറഞ്ഞതെന്നോ അവൾക്കറിയില്ല. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 13 വർഷങ്ങൾ കഴിയുന്നു. പിന്നീട് ഒരിക്കൽ പോലും അവൾക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. കർത്താവിൻ്റെ വചനത്തിന് അത്ഭുതകരമായ വിടുതലിൻ്റെ ശക്തിയുണ്ട്. ഒരു ദിവസം ഒരു ചേട്ടനും ചേച്ചിയും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നു. ഈ അമ്മയ്ക്ക് ചേച്ചിക്ക് ഭയങ്കര ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയം. വിദേശത്ത് ഒരു രാജ്യത്തേക്ക് പോകാനായിട്ട് ഒരു കുട്ടിയെ നോക്കാൻ വേണ്ടി പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മ. പക്ഷെ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഈ ഭർത്താവിന് ഈ ഭാര്യയെ അങ്ങോട്ട് വിടാൻ പേടിയാണ്. അവൾ ഈ ഭയപ്പെട്ട് നിലവിളിക്കും. അപ്പോൾ ഇവരിങ്ങനെ എൻ്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വചനം വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പോകാൻ നേരത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് തലയിലിട്ട് കൈവച്ചപ്പോൾ ഈ സ്ത്രീ അങ്ങോട്ട് അലറാൻ തുടങ്ങി. അലർച്ച മാത്രമല്ല, ഇവള് ഈ എൻ്റെ ആ മേടയിലോട്ട് വീണിട്ട് ഇങ്ങനെ പാമ്പഴയുന്നത് പോലെ എഴയാണ്. പക്ഷെ എനിക്ക് ഭയം ഉണ്ടായില്ല. കാരണം എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ വചനം ഞാൻ ഈ സ്ത്രീയുടെ ശിരസിൽ കരം വെച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു.
പ്രിയമുള്ളവരെ, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം കൊടുത്തതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും അങ്ങനെ ഒരു അസ്വസ്ഥതയോ അങ്ങനെ ഒരു ഭയമോ ആ സ്ത്രീയിലുണ്ടായിട്ടില്ല. വചനത്തിന് അത്ഭുതകരമായ വിടുതലിൻ്റെ ശക്തിയുണ്ട്. നമ്മുടെ 4 മേഖലകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ 4 മേഖലകളെ വിശുദ്ധീകരിക്കണം എന്നതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ വിശുദ്ധീകരണമാണ്. സാധാരണ പറയാറുണ്ട്, ഈ ചിന്തകളുടെ പ്രാധാന്യത്തെപ്പറ്റി പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, വാട്ട് വി തിങ്ക് ദാറ്റ് വി ബിക്കം എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിട്ട് നമ്മൾ മാറും. അപ്പം നമ്മുടെ ചിന്തകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 2-ാം തിരുവചനം, പ്രഭാഷകന്റെ പുസ്തകം 23:2 നമ്മുടെ ചിന്തകളുടെ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കുന്നതാണ്. പ്രഭാഷകൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയുണ്ടായിരുന്നെങ്കിൽ, അല്ലേ? എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ട വേണം. ഇത് പ്രഭാഷകന്റെ ഒരു പ്രാർത്ഥനയാണ്. കാരണം ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സവിശേഷമായി സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം 27-ാമത്തെ അധ്യായം 4-ാം തിരുവചനം, പ്രഭാഷകൻ 27:4 വായിക്കാവോ? ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. നമ്മുടെ ചിന്തയിൽ മാലിന്യം തങ്ങി നിന്നാൽ അത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ മേഖലയിലേക്ക് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് അത് വലിയ ഒരു തടസ്സമായി മാറും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 27-ാമത്തെ അധ്യായം 6-ാം തിരുവചനം, പ്രഭാഷകൻ 27:6 വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു, ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു, ചിന്തകളുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരു മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയാണ് എന്നത് അത് സ്വാധീനിക്കുന്ന എന്താണ്? അവൻ്റെ ചിന്തകളാണ്. അവൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് അവൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ചിന്തകൾ വിശുദ്ധമായാൽ നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം. വചനത്തിലൂടെ മാത്രം നമ്മളിങ്ങനെ പോവുകയാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം തിരുവചനം. നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇനി ഒരിക്കലും നിങ്ങൾ വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. നമ്മുടെ ചിന്തകൾ വ്യർത്ഥമാകാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ അശുദ്ധമാകാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും ഇനി വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. നമ്മുടെ ചിന്തകൾ അശുദ്ധമാകാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് തൊട്ടടുത്ത വാക്യങ്ങളിൽ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. 17-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിന് തുടർച്ച വായിക്കാവോ? നാല് കാര്യങ്ങളാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ചിന്തകൾ അശുദ്ധമാകാൻ തുടങ്ങിയാൽ ഒന്നാമത് സംഭവിക്കുന്നത് ഹൃദയം കഠിനമാകും. 2, ബുദ്ധിയിൽ അന്ധകാരം നിറയും. 3, ദൈവീക ജീവനിൽ നിന്ന് അകറ്റപ്പെടും. 4, ഭോഗാസക്തിക്ക് അടിമപ്പെട്ടു പോകും. 4 കാര്യങ്ങൾ. 1,
ഹൃദയം കഠിനമാകും. നമ്മുടെ ചിന്ത അശുദ്ധമാകാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കഠിനമാകും എന്നുള്ളതാണ്. എന്താണ് ഈ ഹൃദയം കഠിനമാകുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഹൃദയം കഠിനമാകുക എന്ന് പറഞ്ഞാൽ? ചിലരുടെയൊക്കെ ഒരു ജീവിത ശൈലിയും ചിലരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഇവനെന്നാടെ ഹൃദയമില്ലെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇവനെന്നെ ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ നന്മയുടെ അവസാനത്തെ തുള്ളി പോലും വറ്റിപ്പോയ ചില ഹൃദയങ്ങൾ, കല്ലുപോലെയായ ചില ഹൃദയങ്ങൾ. നമ്മുടെ ചുറ്റുപാട് നിന്നുള്ള പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഹൃദയം കഠിനമായവരുടെ എണ്ണം പെരുകണ ഒരു കാലമാണിത്. സ്വന്തം അപ്പനെ വകവരുത്താൻ യാതൊരു മടിയില്ലാത്ത മക്കളുള്ള കാലമാണ്. സ്വന്തം അമ്മയെ വഴിവക്കിൽ ഉപേക്ഷിക്കാൻ യാതൊരു മടിയില്ലാത്തവരുടെ കാലമാണ്. സ്വന്തം ജീവിത പങ്കാളിയെ വളരെ ക്രൂരമായി നശിപ്പിക്കാൻ യാതൊരു മടിയില്ലാത്തവരുടെ എണ്ണം പെരുകണ കാലമാണ്. ചോര കുഞ്ഞിനെ പോലും ഗർഭപാത്രത്തിലും ഈ വഴിയവക്കുകളിലും നഷ്ടപ്പെടുത്താൻ യാതൊരു ഭയവുമില്ലാത്ത, യാതൊരു മനഃചാഞ്ചല്യവുമില്ലാത്ത അമ്മമാരുടെ കാലമാണിത്. ഒന്ന് നോക്കിക്കേ, എത്രമാത്രം നിഷ്ഠൂരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ കേട്ട് കാണും, ഒരമ്മ സ്വന്തം കുഞ്ഞിനെ കടലിൽ വലിച്ചെറിഞ്ഞു എന്നുള്ളത്. ജീവിത പങ്കാളിയെ തുണ്ടം തുണ്ടമായി വെട്ടിമുറുക്കി സൂട്ട് കേസിനകത്താക്കി വഴിയിൽ വെച്ചിരുന്ന കഥ. ഹൃദയം കഠിനമാകുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുക. ഹൃദയം കഠിനമാകാൻ വചനം നൽകുന്ന ഉത്തരം: ചിന്തകൾ അശുദ്ധമാകാൻ തുടങ്ങുമ്പോൾ ഹൃദയം കഠിനമാകുന്നു. രണ്ടാമതായി, ചിന്തകൾ അശുദ്ധമാകുമ്പോൾ സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബുദ്ധിയിൽ അന്ധകാരം നിറയും എന്നതാണ്. എന്താണ് ബുദ്ധിയിൽ അന്ധകാരം നിറയുക എന്ന് പറഞ്ഞാൽ? നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റണില്ല. നന്മ ഏതാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാനോ തിന്മയെ ഉപേക്ഷിക്കാനോ സാധിക്കില്ല. നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി, കൊലപാതകം ചെയ്യുന്ന ഒരാൾക്ക് നന്നായിട്ടറിയാം പിടിക്കപ്പെട്ടാൽ ഇതിന് ശിക്ഷയുണ്ടെന്നറിയാം, എന്നാലും അവൻ എന്ത് ചെയ്യുന്നു? കൊലപാതകം ചെയ്യുന്നു. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ്. മോഷ്ടിക്കുന്ന ഒരാൾക്കറിയാം ഇത് പിടിക്കപ്പെട്ടാൽ ശിക്ഷ ലഭിക്കും, എന്നാലും അവൻ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കും. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിരിക്കും. നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. വചനം പറയുന്നു, ഈ നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ചിന്തകൾ അശുദ്ധമാകുന്നതാണ്. 3, ഭോഗാസക്തിക്ക് അടിമപ്പെട്ടു പോകും. ജഡത്തിൻ്റെ പാപങ്ങളിൽ ഒരുവൻ വീണുപോകുന്നത് വചനം ഓർമ്മിപ്പിക്കുന്നത് അവൻ്റെ ചിന്തകൾ അശുദ്ധമാകാൻ തുടങ്ങുമ്പോഴാണ്. 4, ദൈവീക ജീവനിൽ നിന്ന് അകറ്റപ്പെടും. നമ്മളെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു? സ്വർഗരാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ ജീവൻ അവകാശമാക്കി അവനോടൊപ്പമായിരിക്കാനായി ദൈവം സവിശേഷമായി നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ആ ദൈവീക ജീവനിൽ നിന്ന് നമ്മൾ അകറ്റപ്പെടാനുള്ള കാരണം വചനം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകൾ അശുദ്ധമാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ചിന്തകളെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക. ചിന്തകളെ നിരന്തരമായി വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെ നമുക്ക് ഈ ചിന്തകളെ വിശുദ്ധീകരിക്കാനായിട്ട് പറ്റും? അതിനുള്ള 3 വഴികൾ, നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനുള്ള 3 വഴികൾ. 1, തോബിത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 12-ാം തിരുവചനം. തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം. തോബിത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം. തപ്പി വരുമ്പോൾ സമയമെടുക്കും, അതുകൊണ്ട് കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. തോബിത്ത് പറയുന്നതാണിത്. കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? തോബിത്തിനെയും കൂട്ടരെയും നിനുവയിലേക്ക് അടിമത്തത്തിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നിനുവ എന്ന് പറയുന്ന ഒരു വിജാതീയ നഗരമാണ്. ആ വിജാതീയ നഗരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തോബിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ കിട്ടിയ എല്ലാ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ തുടങ്ങി.
അവിടെ കിട്ടിയ ആഹാരം, അവിടുത്തെ കിട്ടിയ ആരാധന, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിങ്ങനെ അത് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ തോബിത്ത് പറയുകയാണ്, എനിക്ക് ഇവർ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. കാരണം കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്നത് കർത്താവ് നമ്മുടെ ഉള്ളിൽ സജീവമായ ഒരു ഓർമ്മയായി മാറുക. മറ്റൊരു വാക്കി പറഞ്ഞാൽ, നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ ഉൾക്കണ്ണിൻ്റെ ഉള്ളിൽ ഹൃദയ ഫലകത്തിൽ തെളിഞ്ഞു വരുന്നത് കർത്താവിൻ്റെ മുഖമാണോ എന്ന് പരിശോധിക്കുക. നമ്മുടെ കണ്ണൊന്നടച്ചാൽ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ഒരു മുഖം കാണാൻ നമുക്ക് സാധിക്കണുണ്ടോ? ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് BOCക്ക് വേണ്ടി പോയിട്ടുണ്ട്. ഞാനൊരു പള്ളിയിൽ BOC നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ BOCക്ക് ആരംഭത്തിൽ ധ്യാനമുണ്ടല്ലോ, ധ്യാനമുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഈ ധ്യാനത്തിന് തുടങ്ങിയപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയുടെ ഒരു മുഖം മനസ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കണ്ണടച്ച് ഈശോയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പിൽ ഈശോ ഉണ്ട്, ഈശോയോട് സംസാരിച്ചോളാൻ പറഞ്ഞു. ഈ ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അവൾ ഓടി നേരെ വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഈശോയെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈശോയെ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് വെറും ഒരു തോന്നലല്ല, ആത്മാർത്ഥമായി ഈശോയുടെ മുഖം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കർത്താവ് തൻ്റെ മുഖത്തെ നൽകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴും, ഏതൊക്കെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും, നമ്മൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുമ്പോഴും, നമ്മൾ വല്ലാതെ ആകുലപ്പെടുമ്പോഴും, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നമ്മുടെ ഉള്ളിൽ മായാത്ത കർത്താവിൻ്റെ ഒരു മുഖമുണ്ടാകുക എന്നതാണ്. ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരുടെ മുഖമുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ള് സ്വസ്ഥമാകണമെന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവൻ പോലും തന്നെ സ്നേഹിക്കുന്നവരുണ്ടായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രതികൂല മേഖലകളിൽ നമ്മളെ സ്വസ്ഥമാക്കാൻ അവർക്ക് സാധിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമാക്കാൻ ഈശോയുടെ മുഖത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ ഒരു മുഖമുണ്ടാകുക എന്നതാണ്. കണ്ണടച്ചാൽ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്ന ഈശോയുടെ മനോഹരമായ ഒരു മുഖം. എപ്പോഴും ഈ ഒരു മുഖം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ധൈര്യമുണ്ട്. ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ആത്മശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാൻ മാത്രമല്ല, അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ ജീവിതത്തെ കൂടുതൽ ബലപ്പെടുത്താൻ ഈശോയുടെ ഒരു മുഖം നമ്മുടെ മനസ്സിലുണ്ടാകുക എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് തോബിത്ത് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ ഒരു മുഖമുണ്ടാകുക. അതുകൊണ്ടാണ് ആധ്യാത്മിക ഗുരുക്കന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം, എപ്പോഴും ദൈവ സാന്നിധ്യ സ്മരണയിലായിരിക്കുക എന്ന് പറയും. എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്, തമ്പുരാനോടൊപ്പമാണ് ഞാൻ നടക്കുന്നത്, തമ്പുരാനോടൊപ്പമാണ് ഞാൻ ആയിരിക്കുന്നത് എന്നൊരു ബോധ്യം മനസ്സിലുണ്ടാകണം എന്ന് പറയും. രണ്ടാമതായി നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ വഴി സങ്കീർത്തന പുസ്തകം 119:11. സങ്കീർത്തനം 119:11. നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ വഴിയാണ് സങ്കീർത്തനം 119:11. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അവിടുത്തെ വചനം ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തി. അപ്പോൾ നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ വഴി കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക എന്നതാണ്. കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വചന വായനയൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്.
വചനം നമ്മളിപ്പോൾ കൂടുതലായി വായിക്കുന്ന ഒരു രീതി ഇപ്പോൾ നമ്മുടെ ഇടയിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, വചന വായനയേക്കാൾ ഒരു പടി കൂടി നമ്മൾ മുമ്പോട്ട് പോകണം. ഒരു വചന ധ്യാനത്തിലേക്ക് വരണം. ഈശോയുടെ വചനം, കർത്താവിൻ്റെ വചനം വായിച്ചു വിടേണ്ടതല്ല, അത് ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. കർത്താവിൻ്റെ വചനം അത് ധ്യാനപൂർവം എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ കുറെ കൂടി വചനത്തോട് ചേർത്ത് വെക്കണം. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് കൂടുതലായി പരിശ്രമിക്കണം. ഞാൻ സാധാരണ പള്ളിയിൽ പറയാറുണ്ട്, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് തിരി കത്തിച്ചു വെച്ച് ഉറക്ക വചനം വായിക്കണം എന്ന് പറയും. ഞാൻ ആദ്യമായി വികാരിയായി പോയ പള്ളിയിൽ ഞാൻ അവിടെ ഇടവക്കാരോട് പറഞ്ഞു, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് തിരി കത്തിച്ചു വെച്ചിട്ട് ഉറക്ക വചനം വായിക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇടവകയിലെ ഒരു അമ്മമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, സന്ധ്യക്കത്തെ വചന വായന ഇനി ഞാൻ നിർത്തുകയല്ല എന്ന് പറഞ്ഞു. സന്ധ്യക്കത്തെ വചന വായന ഞാൻ നിർത്തുകയല്ല. ഞാൻ ചോദിച്ചു, എന്നാ അമ്മമ്മ കാര്യം? പറഞ്ഞു, അച്ഛാ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് വർഷം ഇത്രയായി. ഞാൻ വർഷം പറയണില്ല, വർഷം ഇത്രയായി. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന്, ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അച്ഛാ. ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പുള്ളി പറയും, നീ നിൻ്റെ മുറിയിലിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചോ, ഞാൻ എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചോളാം. എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച എന്നെ ദൈവം കേൾക്കുകയല്ലേ. അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ പുള്ളി ഇറങ്ങി അങ്ങ് ജംഗ്ഷനിലേക്ക് പോകും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ സന്ധ്യയ്ക്ക് വചന വായന ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് വന്നിട്ട് പറയുകയാണ്, എടി, നമ്മൾ ഇനി ഒരുമിച്ചിരുന്നാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ ധ്യാനം കൂടാൻ കൊണ്ടുപോയില്ല, അച്ഛൻ്റെ അടുത്ത് കൊണ്ട് തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചില്ല. ഞാൻ ആകെ ചെയ്തത് ഒരുമിച്ച് സന്ധ്യയ്ക്ക് ഉറക്ക വചനം വായിക്കാനായിട്ട് തുടങ്ങി. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? സന്ധ്യയ്ക്ക് വചനമുറക്ക വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തടസ്സങ്ങളിൽ ഒന്നായിരുന്നു കുടുംബ പ്രാർത്ഥന നടത്താൻ പറ്റാത്ത അവസ്ഥ. ആ കുടുംബത്തിൻ്റെ ഒരു തടസ്സമായിരുന്നു. ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം ഒഴുകുന്നതിന് സാത്താൻ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങളിൽ ഒന്നായിരുന്നു ഈ കുടുംബ പ്രാർത്ഥന നടത്താൻ പറ്റാത്തത്. അപ്പോൾ ഈ തടസ്സത്തെ കർത്താവ് എടുത്തു മാറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? വചനം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം, നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ഒരുക്കിയിരിക്കുന്ന പല തടസ്സങ്ങളും വിട്ടുമാറാൻ തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇവിടെ ഇരിക്കുന്നതിലേറെ മാതാപിതാക്കളാണ്, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലേക്ക് കർത്താവിൻ്റെ വചനം എടുത്തു കൊടുക്കണം. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ മാതാപിതാക്കൾ നമ്മുടെ കയ്യിലേക്ക്, കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ബൈബിൾ എടുത്തു തരും. ഞാനിപ്പോഴും ഓർക്കാറുണ്ട്, വീട്ടിൽ വല്യപ്പച്ചനും വല്യമ്മച്ചുള്ള സമയത്ത് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ബൈബിൾ വായിക്കും. ബൈബിൾ വായിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ നമ്മൾ തെറ്റിച്ച് വായിക്കുമ്പോൾ അപ്പച്ചനും പറയും, അപ്പച്ചൻ പറയുന്നത്, നിർത്തടാ, നോക്കി വായിക്കുക. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അവർക്ക്, പക്ഷേ ഒരു കാര്യത്തിൽ അവർക്ക് നല്ല തിട്ടായിരുന്നു. എന്തിൻ്റെ കാര്യത്തിൽ? വചനത്തിൻ്റെ കാര്യത്തിൽ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വീട്ടിൽ അമ്മച്ചി ഉള്ള സമയത്ത് അമ്മച്ചിക്കൊരു 80 വയസ്സ് കഴിഞ്ഞപ്പം കാഴ്ച നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ബൈബിൾ വായിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷെ എന്നാലും അമ്മച്ചി വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വേദപുസ്തകം എടുത്തിങ്ങനെ തുറന്നു വെക്കും. ഞങ്ങൾ വിചാരിക്കും, എന്നത്തിനാണ് ഈ വേദപുസ്തകം തുറന്നു വെക്കുന്നത്? ഇങ്ങനെ വേദപുസ്തകം തുറന്നു വെച്ചിട്ട് സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ചൊല്ലുന്ന കേൾക്കാം. വേദപുസ്തകം തുറന്നു വെച്ചിട്ട് കാണാപ്പാടും സങ്കീർത്തനം ചൊല്ലാണ്. വേദപുസ്തകം കൈ തുറന്നു വെച്ചിട്ട് ഞാൻ ഇപ്പോഴിരുന്നിട്ട് ആലോചിക്കുകയാണ്, ഇപ്പോഴാണെങ്കിൽ പോലും ഒരു സങ്കീർത്തനം മൊത്തം കാണാപ്പാടം ചൊല്ലാൻ പറഞ്ഞാൽ അവിടെ ഇവിടെയും തെറ്റുകയും വീണ്ടും വേദപുസ്തകം നോക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ്. നമ്മളീ പറയുന്ന നമ്മളെക്കാൾ 4-1 ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒന്നുമില്ലാത്ത പാവപ്പെട്ട എൻ്റെ വല്യമ്മച്ചി എത്രയോ സങ്കീർത്തനങ്ങൾ കാണാപ്പാടം ചൊല്ലുന്നത് കേട്ട് വളർന്നതാണ്. ചില കാര്യങ്ങളിൽ വചനത്തിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ടവരായിരുന്നു നമ്മുടെ പൂർവികർ.
അത് വചനം ഒരു വായനയല്ലായിരുന്നു അവർക്ക്. വചനം അവർക്കൊരു ശക്തിയായിരുന്നു. വചനം അവർക്കൊരു ശക്തിയായിരുന്നു. നമുക്കറിയാം, ഇന്നത്തെ സാഹചര്യങ്ങൾ പോലെയല്ല. ഇന്നിൻ്റെ 4-1 സാഹചര്യങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോഴും, അവർ ജോലിക്ക് പോകുമ്പോഴും, അവർ കാട്ടുവഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴും അവരുടെ അധരങ്ങളിൽ ഉരുവിട്ടുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ വചനമായിരുന്നു എന്ന് നമുക്കറിയാം. വചനം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം അനുകൂലമായപ്പോൾ നമ്മൾക്ക് ഇന്ന് ഓർക്കാനോ ധ്യാനിക്കാനോ പറയാനോ ഒരു വചനം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം ഉറപ്പിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ വചനത്തിലാണ്. ഞങ്ങളുടെ രൂപതയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു മത്സരമുണ്ട്. സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി. വചനധോരണി എന്നാണ് എൻ്റെ പേര്. കുറച്ച് വചനഭാഗം കൊടുക്കും, എന്നിട്ട് അത് കാണാപ്പാഠം പഠിച്ച് അതിങ്ങനെ അവതരിപ്പിക്കുക. അതാണ് മത്സരം. ഞാൻ നേരത്തെ വികാരിയായിരുന്നൊരു പള്ളിയിൽ ഈ LKG UKG 1ാം ക്ലാസ് ആ സെഷനിലുള്ളവർക്കാണ് ഈ വചനധോരണി എന്ന് പറഞ്ഞ് ജൂനിയർ വിഭാഗത്തിന് എങ്ങനെയാണെന്ന് തോന്നുന്നു. എൻ്റെ ഇടവകയിൽ ഞാൻ വികാരിയായിരുന്ന പള്ളിയിലെ ഒരു കുഞ്ഞിനാണ് തുടർച്ചയായി അതിന് സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജില്ലയിലും രൂപതയിലും സമ്മാനം കിട്ടിയവർക്ക് ഈ ഇടവക തലത്തിലെ ഭക്തസംഘടനകളുടെ വാർഷികം നടക്കുമ്പോൾ രൂപത തലത്തിൽ സമ്മാനം കിട്ടിയവർക്ക് അത് അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കും. അപ്പോൾ ഈ കുഞ്ഞിനെ ഇവളെ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് അമ്മ ഇങ്ങനെ കൈ കാണിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു. ഇവളെ ആ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഒരു തെറ്റും കൂടാതെ ഒരു 10-25 വചനം, അത് വിത്ത് റെഫറൻസ്, മർക്കോസ് 1:11, അങ്ങനെ സങ്കീർത്തനം 5:15 എന്ന് പറഞ്ഞ് ഒരു 10-25 വചനം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്, ആ കുഞ്ഞിൻ്റെ ജീവിതം നഷ്ടമായി പോകില്ല. കാരണം അവളുടെ നാക്കുറച്ചത് വചനത്തിലാണ്. ആ കുഞ്ഞിൻ്റെ നാക്കുറച്ചത് വചനത്തിലായതുകൊണ്ട് അവളുടെ ജീവിതം വചനത്തിൽ ഉറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാക്കുറയ്ക്കേണ്ടത് വചനത്തിലാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രകാശിപ്പിക്കുന്നത് വചനമാകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുന്നത് വചനമാകട്ടെ. അതുകൊണ്ട് വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ അത് വലിയൊരു വിടുതലാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയെ ഇത്രയും ശ്രേഷ്ഠമായിട്ട് കരുതുന്നത്. ഇതൊരു വിടുതലാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയ വിടുതലാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ 2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ ആദ്യമായി വികാരിയായി ശുശ്രൂഷ ചെയ്യാൻ പോയ പള്ളിയിൽ നമ്മുടെ സഹോദരി സഭയിൽപ്പെട്ട ഒരു കുടുംബം, അപ്പോൾ എൻ്റെ ഇടവകയിലെ ഒരു അമ്മമ്മേനോട് എന്ന് പറഞ്ഞു, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് 7-ഓ 8-ലോ ആണ് പഠിക്കുന്നത്. പക്ഷേ അവൾ ചില സമയത്ത് ഈ വേറൊരു രീതിയാണ് അവൾക്ക്. അവളുടെ സ്വഭാവത്തിന് വ്യത്യസ്തത, അവളുടെ സംസാരം വ്യത്യസ്തമായ അവസ്ഥയിൽ. അപ്പോൾ എന്തോ ഒരു പൈശാചിക ബാധയുള്ളതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അവർ പല സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും ഒക്കെ കാണിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു സൈക്കോളജിക്കലി ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഒരു കുഴപ്പമില്ല അവൾക്ക്. പക്ഷെ ചില സമയങ്ങളിൽ ഇവളിങ്ങനെ വല്ലാണ്ട് പെരുമാറും. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കണേ, കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ കൂടെ ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ ഇവളെ കാണാൻ വേണ്ടി പോയി. ഞാൻ ചെന്നപ്പോൾ അവരുടെ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ കയറി ചെല്ലുന്നിടത്ത് ഒരു കട്ടിലിട്ടിട്ടുണ്ട്. ആ കട്ടിലിൽ ഇവളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ ഇവളെന്നെ നോക്കി. അപ്പോൾ എനിക്ക് ഇവളെ മനസ്സിലായി. കാരണം ഇവളെ എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം നമ്മുടെ പള്ളി കഴിഞ്ഞിട്ടാണ് അവരുടെ ദേവാലയത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവളെന്നെ കാണുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് എന്തുകൊണ്ട് ജിൻസച്ചാന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് പരിചയപ്പെട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ അവളെ കണ്ടിട്ട് ഞാൻ അവളോട് ചോദിച്ചു, നിൻ്റെ വീടാണോ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളോട് സംസാരിക്കുന്നത് പോലെ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീടാന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ അവിടെ തന്നെ കുനിഞ്ഞിരുന്നു. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് അമ്മ ഇറങ്ങി വന്നു, എന്നെ സ്വീകരിച്ച്, ഞങ്ങളെ 2 പേരെ സ്വീകരിച്ച് അകത്തിരുത്തി. ഇവളുടെ കാര്യങ്ങളൊക്കെ എന്നോടിങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവൾ തലയുയർത്തി അമ്മയോട്, കുറേ നേരം കൊണ്ട് തുടങ്ങിയതാണല്ലോ, നിർത്താറായില്ലയോ. അപ്പോൾ അവളുടെ രൂപവും സംസാരവും പെരുമാറ്റവും കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോ ഒരു പ്രശ്നമുണ്ട്.
ഞങ്ങൾ പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ അവിടെ കിടന്നൊരു തലയണ എടുത്ത് അമ്മയെ ഒറ്റ ഏറാണ്. കുറേ നേരം കൊണ്ട് തുടങ്ങിയതാണ്, നിർത്താൻ പറഞ്ഞിട്ട് നിർത്തണമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇറങ്ങിയിട്ട് അവളുടെ മുറിയിലേക്ക് അങ്ങ് പോയി. അപ്പം അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ ഇതാണ് ഇവളുടെ അവസ്ഥ. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പം അമ്മ പറഞ്ഞു അവൾ ഇനി ഇങ്ങോട്ട് വരില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അവൾ കിടന്ന മുറിയിലേക്ക് ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ ഇവള് എന്നെ കണ്ടതും അങ്ങോട്ട് അലറാൻ തുടങ്ങി. അലർച്ച എന്ന് പറഞ്ഞാൽ ആ പ്രദേശം കേൾക്കുന്ന ശബ്ദത്തിൽ അലറുകയാണ്. ഞാൻ അടുത്തോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ഇവൾ അവിടെ കിടന്നൊരു ബെഡ്ഷീറ്റ് എടുത്ത് അവിടെ തലയെ കൂടി ഇട്ട് ആദ്യം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ അടുത്തോട്ട് ചെന്നപ്പോഴത്തേന് അവൾ ആ ബെഡ്ഷീറ്റ് വലിച്ചു കീറി. അത്ര ബലമാണ്. അപ്പം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണിത്, പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളതൊരു 10 മണി കൊന്തയാണ്. അപ്പോൾ ഞാൻ ഈ കൊന്തയൊക്കെ കയ്യിലെടുത്ത് ഞാൻ ഇവളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഇവളുടെ തലയെ കൈവച്ചപ്പോൾ ഇവൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു കൈ കൊണ്ട് അടിച്ചപ്പോൾ ഞാൻ ഒരു കൈ തലയെ വെച്ചേക്കല്ലേ, മറ്റേ കൈ കൊണ്ട് ഞാൻ മറ്റേ കൈയെ പിടിച്ചു. അപ്പോൾ ഇടത്ത് കൈ കൊണ്ട് അടിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ വന്ന പയ്യൻ ഇടത്ത് കൈയെ പിടിച്ചു. അപ്പോൾ ഇവൾ തൊഴിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ 2 കാലിലൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ 3 പേര് വിചാരിച്ചിട്ട് ഇവളെ ഒന്ന് ഒതുക്കാൻ പറ്റണില്ല. അപ്പം എനിക്കാകെ അറിയാവുന്ന ഈ തലയെ കൈവച്ച് ഞാൻ എന്തോ പ്രാർത്ഥന ചൊല്ലി കുരിശടയാളം വരച്ചപ്പോൾ ഇവളൊന്ന് മയങ്ങി കട്ടിലിലോട്ട് വീണു. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്നാ എഫക്റ്റാണ്, കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആൾ മയങ്ങിപ്പോയി എന്ന് പറഞ്ഞ് വിചാരിച്ച് ഞാൻ കൈ തിരിച്ചെടുക്കുകയും പോയ സ്പീഡിൽ എഴുന്നേറ്റ് വന്ന് അവൾ എന്നെ അടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വരികയാണ്, ലൂക്ക 10:19. വചനം ഇതാണ്: പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കും. അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ, ആ വചനം ഞാൻ അത്ര കാര്യമായി ഒരിക്കൽ പോലും വായിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല, ശ്രദ്ധയോടെ വായിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഈ വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ഞാൻ ഈ കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് ഈ വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ എനിക്ക് നൽകിയ അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഈ കുട്ടിയുടെ ശിരസിൽ കുരിശടയാളം വരച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പിന്നെയും മയങ്ങി കട്ടിലേക്ക് വീണു. ഞാൻ കൈയെടുത്തു, അവൾ മയങ്ങിക്കിടക്കാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ, ഞാൻ പ്രാർത്ഥിച്ച് തരാം, അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അമ്മ പോയി വെള്ളം കൊണ്ടുവന്നു. ഞാൻ പ്രാർത്ഥിച്ച് അമ്മയുടെ കൊടുത്ത അമ്മ അതും കൊണ്ട് അകത്തോട്ട് പോയപ്പോൾ അവൾ ഉണർന്നിരിക്കുന്നത് കണ്ടിട്ട് എന്നോടൊന്ന് പറഞ്ഞു, വെച്ചാൽ അവൾ ഉണർന്നിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ ഈ ഇവളുടെ അടുത്തേക്ക് ഈ വെള്ളവുമായിട്ട് ചെന്നപ്പോൾ ഇവൾ ചാടി എഴുന്നേറ്റിട്ട് എന്നോട്, അയ്യോ ജിൻസച്ച എപ്പോഴാ വന്നേ? എന്നിട്ട് അമ്മയോട്, അച്ഛൻ വന്നിട്ട് എന്താ അമ്മ എന്നോടൊന്നും പറയാൻ? ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഞാൻ അവളുടെ മുമ്പിൽ നിന്നുള്ള ജിംനാസ്റ്റിക് മുഴുവൻ കാണിച്ചിട്ട് ഇതാരാ വന്നേന്നോ എന്നാ ചെയ്തേന്നോ എന്താ പറഞ്ഞതെന്നോ അവൾക്കറിയില്ല. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 13 വർഷങ്ങൾ കഴിയുന്നു. പിന്നീട് ഒരിക്കൽ പോലും അവൾക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. കർത്താവിൻ്റെ വചനത്തിന് അത്ഭുതകരമായ വിടുതലിൻ്റെ ശക്തിയുണ്ട്. ഒരു ദിവസം ഒരു ചേട്ടനും ചേച്ചിയും കൂടെ എന്നെ കാണാൻ വേണ്ടി വന്നു. ഈ ചേച്ചിക്ക് ഭയങ്കര ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയം. വിദേശത്ത് ഒരു രാജ്യത്തേക്ക് പോകാനായിട്ട് ഒരു കുട്ടിയെ നോക്കാൻ വേണ്ടി പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മ. പക്ഷെ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഈ ഭർത്താവിന് ഈ ഭാര്യയെ അങ്ങോട്ട് വിടാൻ പേടിയാണ്. നമ്മൾ ഈ ഭയപ്പെട്ട് നിലവിളിക്കും. അപ്പോൾ ഇവരിങ്ങനെ എൻ്റെ അടുത്ത് വന്നു. ഞാനിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വചനം വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പോകാൻ നേരത്ത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് തലയിലോട്ട് കൈവച്ചപ്പോൾ ഈ സ്ത്രീ അങ്ങോട്ട് അലറാൻ തുടങ്ങി. അലർച്ച മാത്രമല്ല, ഇവള് എൻ്റെ ആ മേടയിലോട്ട് വീണിട്ട് ഇങ്ങനെ പാമ്പഴയുന്നത് പോലെ എഴയാണ്. പക്ഷെ എനിക്ക് ഭയം ഉണ്ടായില്ല, കാരണം എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ വചനം ഞാൻ ഈ സ്ത്രീയുടെ ശിരസിൽ കരം വെച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം കൊടുത്തതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും അങ്ങനെ ഒരു അസ്വസ്ഥതയോ അങ്ങനെ ഒരു ഭയമോ ആ സ്ത്രീയിലുണ്ടായിട്ടില്ല. വചനത്തിന് അത്ഭുതകരമായ വിടുതലിൻ്റെ ശക്തിയുണ്ട്.
ഇത് പ്രിയമുള്ളവരെ അച്ഛന്മാർക്ക് വേണ്ടി മാത്രമല്ല. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഭയപ്പെട്ട് കരയുമ്പോൾ മാതാപിതാക്കന്മാർ എന്നാ ചെയ്യുമായിരുന്നു? ബൈബിള് കൊണ്ടുവന്ന് തലക്കണ വെക്കുമായിരുന്നു അല്ലേ? ഈ ബൈബിള് കൊണ്ടുവന്ന് ഈ തലയുടെ ഉള്ളിലോട്ട് വെച്ച് കഴിയുമ്പോൾ അതുവരെ ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. വചനത്തിൻ്റെ ശക്തിയാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനം അതൊരു ധ്യാനമാകണം എൻ്റെ ജീവിതത്തിൽ. വചനം എൻ്റെ ജീവിതത്തിൽ ഒരു ധ്യാനമാകുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ വചനം ഉറപ്പിക്കപ്പെടും. ആ വചനം എൻ്റെ ഉള്ളിൽ എപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ആ വചനം എൻ്റെ ഉള്ളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഈ വചനം ഉള്ളിൽ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് എൻ്റെ ചിന്തകൾ എപ്പോഴും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അശുദ്ധമായതൊന്നും എൻ്റെ ഹൃദയത്തിലോ എൻ്റെ ചിന്തയിലോ നിൽക്കാത്തവണ്ണം ഈ കർത്താവിൻ്റെ വചനം എപ്പോഴും എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വചനം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നത്, അത് വചനത്തിൻ്റെ ഒരു അഭിഷേകമായി നമ്മൾ തിരിച്ചറിയണം. മൂന്നാമതായി, നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 10-11 തിരുവചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം 10-11 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവൻ എന്നെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. എന്താണ് അർത്ഥം? പ്രിയമുള്ളവരെ, മരുഭൂമി എന്നത് വേദപുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് ഏകാന്തതയുടെ, ഒറ്റപ്പെടലിൻ്റെ ഇടമാണ്. അങ്ങനെയെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, എൻ്റെ ഏകാന്തതയിൽ, എൻ്റെ ഒറ്റപ്പെടലിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ സഹനങ്ങളിൽ എൻ്റെ ദൈവം എന്നെ കണ്ടെത്തി. അവൻ എന്നെ വാരിപ്പുണർന്നു, താല്പര്യപൂർവ്വം പരിചരിച്ച് കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ ചിന്തകളെ വിശുദ്ധീകരിക്കാനുള്ള മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ദൈവീക സംരക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവുക എന്നതാണ്. ഞാൻ എപ്പോഴും ദൈവീക സംരക്ഷണ വലയത്തിനുള്ളിലാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുക. ദൈവം എപ്പോഴും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് എന്ന ബോധ്യം ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓരോ ദിവസവും നമുക്ക് സന്തോഷത്തോടെ ഉണരാൻ പറ്റണത് എന്തുകൊണ്ടാ? ഈ ദൈവീക സംരക്ഷണം നമ്മളെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്നത് കൊണ്ടല്ലേ? ഈ നിമിഷം സ്വസ്ഥമായിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതിന്റെ കാരണം എന്താ? ദൈവം നമ്മളെ വിട്ടുകളയാതെ ഇങ്ങനെ കൂടെ നിൽക്കുന്നത് കൊണ്ടല്ലേ? നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ അല്ല, മറിച്ച് ദൈവം നമ്മുടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ പരിപാലിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് തൻ്റെ ഉള്ളം കയ്യിൽ പേരെഴുതി സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നാൽ മതി. ഈ നിമിഷം ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ കരുണ എന്നെ ചൂഴ്ന്നു നിൽക്കുന്നത് കൊണ്ടാണെന്നുള്ള ബോധ്യം. ഈ പ്രഭാതത്തിൽ എനിക്ക് ചിരിക്കാൻ പറ്റിയത്, ഈ സന്ധ്യയിൽ എനിക്കിവിടെ ആയിരിക്കാൻ പറ്റിയത്, ഇതെല്ലാം ദൈവിക സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളിന്ന് പുനലൂർ കൺവെൻഷൻ ഉണ്ട്, നിങ്ങളെല്ലാവരും വരണമെന്ന് നിങ്ങളുടെ അച്ഛന്മാരെല്ലാം പറഞ്ഞു. അച്ഛന്മാരെ അനുസരിക്കുന്നവരായതുകൊണ്ട് നിങ്ങളെല്ലാം പല സ്ഥലത്തു നിന്ന് ഈ ദേവാലയത്തിലേക്ക് വന്നു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരികയാണ്. നമ്മൾ യാത്ര തുടങ്ങിയ അതേ സമയത്ത് അനേകം സ്ഥലത്തേക്ക് പോകാൻ അനേകം പേര് യാത്ര തിരിച്ചിട്ടുണ്ടാവും. ഉണ്ടാവുമോ? ഉണ്ടാവില്ലയോ? ഉണ്ടാവും. എല്ലാവരും അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടാവുമോ? ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സന്തോഷത്തോടെ യാത്ര തുടങ്ങിയ പലരും ആ യാത്ര അവസാനിപ്പിച്ചത് ദുഃഖത്തിൻ്റെയും വേദനയുടെ ഇടങ്ങളിലാണ്. നമ്മൾ സുരക്ഷിതരായി ഈ ആലയത്തിലെത്തിയെങ്കിൽ അത് തമ്പുരാന്റെ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നലെ രാത്രി നമ്മളെല്ലാവരും കിടന്നുറങ്ങിയവരാണ്. നമ്മളോടൊപ്പം അനേകം പേര് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടല്ലേ? ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു. നമ്മളോടൊപ്പം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന എല്ലാവരും ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവുമോ? ഉണ്ടാവുമോ? എന്തുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ്? ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു സംരക്ഷണം
നമ്മളെ ചൂഴ്ന്നു നിന്നതുകൊണ്ടല്ലേ? ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇന്ന് സാധാരണ പറയാറുണ്ട്, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ചിരിക്കാൻ പറ്റിയേ? പല്ലുള്ളതുകൊണ്ടാണെന്ന് പറയരുത്. എന്തുകൊണ്ടാണ് ചിരിക്കാൻ പറ്റിയേ? ഞാൻ ഉണർന്നതുകൊണ്ട് മാത്രം എനിക്കിന്ന് സന്തോഷം ഉണ്ടാവുമോ? ഞാൻ ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് കിട്ടി, ഞാൻ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർ എവിടെയൊക്കെ ആയിരുന്നോ അവരൊക്കെ ഇന്ന് രാവിലെ എന്നോടൊപ്പം ഉണർന്നു, അല്ലേ? കുറഞ്ഞ പക്ഷേ എൻ്റെ അപ്പൻ ഉണർന്നു, എൻ്റെ അമ്മ ഉണർന്നു, എൻ്റെ സഹോദരനും സഹോദരിയും ഒക്കെ എന്നോടൊപ്പം ഇന്ന് ഉണർന്നത് കൊണ്ടാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയത്. അപ്പോൾ എന്നെ ഇന്നൊന്ന് സന്തോഷത്തോടെ ഉണർത്താൻ വേണ്ടി എൻ്റെ ദൈവം ഇന്നലെ രാത്രി എത്ര ഇടങ്ങളിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാൻ പറ്റും നമുക്ക്. പലപ്പോഴും നമ്മൾ ഈ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നവരായി മാറുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവീക സംരക്ഷണ വലയത്തിനുള്ളിലാണ് നമ്മൾ എപ്പോഴും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടണം. ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ ചിന്തകൾ അശുദ്ധമാകാതിരിക്കുക, നമ്മുടെ ചിന്തകളെ നിരന്തരമായി വിശുദ്ധിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുക. രണ്ടാമത്, നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളുടെ വിശുദ്ധീകരണമാണ്, നമ്മുടെ സംസാരത്തിൻ്റെ വിശുദ്ധി. ചില മനുഷ്യരെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്, സംസാരിക്കരുത്, സംസാരിച്ചാൽ ആ വ്യക്തിയുടെ എല്ലാ നന്മയും പോകും. നമ്മുടെ വാക്കുകളാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ അശുദ്ധമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴി. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാം തിരുവചനം, യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 2-ാം തിരുവചനം. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്, അവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് സാധിക്കും. വചനം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ സംസാരത്തിൽ തെറ്റുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് വീണ്ടും യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നാവിനെ ശ്ലീഹ ഉപമിക്കുന്നത് എങ്ങനെയാണ്? നാവ് തീയാണെന്നാണ് പറയുന്നത്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നാവ് തീയാണ്. തീയുടെ രണ്ട് പ്രത്യേകത. ഒന്ന്, തീ ഒരിടത്ത് പിടിച്ചാൽ പിന്നെ അവിടെ ചാമ്പൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ ചാമ്പലാക്കാൻ നമ്മുടെ നാവിന് പറ്റും. രണ്ട്, തീ ഉള്ളിടത്ത് പ്രകാശമുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വാക്ക് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനും സാധിക്കും. നമ്മൾ ഈ നോമ്പിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, എൻ്റെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ ഞാൻ ചാമ്പലാക്കുകയാണോ? എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ കൂടെയുള്ളവരെ ഞാൻ പ്രകാശിപ്പിക്കുകയാണോ? അതുകൊണ്ടാണ് നോമ്പിൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കും, ഒരുവൻ നോമ്പ് നോൽക്കുകയും അവൻ്റെ നാവ് കയ്പുള്ളതാകയാൽ അവൻ്റെ അധരം കയ്പ് രസമായി മാറും. അവൻ്റെ നാവ് ശരിയല്ലെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവൻ കയ്പുള്ളതായിട്ട് മാറും. നോമ്പ് നോറ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോമ്പിനോടൊപ്പം അവൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നാവ് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്ന നാവാണോ അതോ നമ്മൾ മറ്റുള്ളവരെ ചാമ്പലാക്കുന്ന നാവാണോ? ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മയാണ്. നാളെ എന്താണ്? നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? വചനിപ്പ് തിരുനാളാണ്. വചനിപ്പ് തിരുനാൾ. പരിശുദ്ധ അമ്മ വചനിപ്പ് സ്വീകരിച്ചതിന് ശേഷം ആദ്യം പോകുന്ന ആരുടെ അടുത്തേക്കാ? ആരുടെ അടുത്തേക്കാ? എലിശബയുടെ അടുത്തേക്കാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ ഡാഷ് ചെയ്തു. എന്ത് ചെയ്തു? അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നു. എന്തൊക്കെയാണ്?
എന്തൊക്കെ? ശിശു കുതിച്ചുചാടി. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് ഒരു കാര്യം മാത്രം, എലിസബത്തിന്റെ അടുത്ത് പരിശുദ്ധ അമ്മ ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ. എന്താണ് ചെയ്തത്? അഭിവാദ്യം ചെയ്തു. അഭിവാദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അഭിവാദ്യത്തിന്റെ പ്രത്യേകത, നമ്മൾ രാവിലെ ഒരാളെ കണ്ടാൽ നമ്മൾ എങ്ങനെ അഭിവാദ്യം ചെയ്യും? ഗുഡ് മോർണിംഗ്. ഉച്ചയ്ക്ക് കണ്ട ഗുഡ് ആഫ്റ്റർനൂൺ. വൈകിട്ട് കണ്ട ഗുഡ് ഈവനിങ്. ഒരു അച്ഛനെ കണ്ടാൽ നമ്മൾ എങ്ങനെ അഭിവാദ്യം ചെയ്യും? സ്തുതിയായിരിക്കട്ടെ. എന്താ ഈ അഭിവാദനത്തിന്റെ പ്രത്യേകത? ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ വന്നാടെ സാന്നിധ്യത്തെ നമ്മൾ മാനിക്കുന്നു. അതാണ് അഭിവാദനം, അല്ലേ? അതാണ് അഭിവാദനം. ആരെങ്കിലും ഒരാളെ രാവിലെ കാണുമ്പോൾ നമ്മൾ പറയുമോ, പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കളെ ഈ പ്രഭാതത്തിൽ കാണാനായിട്ട് സാധിച്ചതിൽ താങ്കൾക്ക് സുപ്രഭാതം എന്ന് നമ്മൾ പറയുമോ? ഇല്ല. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ വന്നാടെ സാന്നിധ്യത്തെ മാനിക്കുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് സ്ലോമോ അല്ലെങ്കിൽ ഷൈനോ എന്ന വാക്ക് വെച്ചിട്ടാണ്. എന്താ അർത്ഥം? സമാധാനം. അങ്ങനെയെങ്കിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ അടുത്ത് എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? സമാധാനം. ഈ ഒറ്റ വാക്ക് കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ സന്തോഷത്തിൻ്റെ കുതിച്ചുചാട്ടം ഉണ്ടാവുകയാണ്. അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറുകയാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര പേരോട് സംസാരിക്കണമുണ്ട്? ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ടാവണുണ്ടോ? ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാവണുണ്ടോ? നമ്മളൊക്കെ വർത്തമാനം പറയുന്നത് കേട്ടാൽ കൈയില്ലാത്തവനൊക്കെ കൈ വെച്ച് കെട്ടി നമ്മളെ അടിക്കും, അല്ലേ? അതിൻ്റെ ഒരു അഭിഷേകം എവിടെ നിന്നൊക്കെയോ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അതൊരു അഭിഷേകമായിട്ട് മാറും. കേൾക്കുന്നവർക്ക് ഒരഭിഷേകമായി അത് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളത്. മറ്റൊരു ഉദാഹരണം നമ്മൾ കാണുന്ന കർത്താവിനെയാണ്. കുരിശിൻ്റെ വഴിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 8ാം സ്ഥലം നമ്മളെത്തും. 8ാം സ്ഥലം എന്താണ്? കുരിശിൻ്റെ വഴിയിലെ 8ാം സ്ഥലം ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. കർത്താവിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അകാരണമായി വിധിക്കപ്പെട്ട് ശരീരവും മനസ്സുമെല്ലാം തകർക്കപ്പെട്ട് ഈ കുരിശും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ചുറ്റുപാടും കൂടി നിൽക്കുന്നവരെ നോക്കിയിട്ട് ആശ്വാസത്തിൻ്റെ വാക്ക് പറയാൻ കർത്താവിന് പറ്റി, അല്ലേ? നമ്മളാരെങ്കിലും ആയിരുന്നെങ്കിലും, നമ്മൾ ചെയ്ത് തെറ്റിന് എന്തെങ്കിലും പണിഷ്മെന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അപ്പം നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് നമുക്കൊരു ഒരു ഒരു പണിഷ്മെന്റ്, ഒരു ശിക്ഷ കിട്ടിയാൽ ഈ പോകുന്ന വഴിയിൽ മുഴുവൻ നമ്മൾ എന്നാ പറഞ്ഞുകൊണ്ട് പോകുന്നത്? യേശുവേ സ്തോത്രം, യേശു ആരാധന. അതായിരിക്കും. ഈ പോകുന്ന വഴിയിലും കണ്ടുമുട്ടുന്നവരെയൊക്കെ എന്തൊക്കെ പറയാമോ അതെല്ലാം പറഞ്ഞിട്ടാണ്. അപ്പോഴാ ഓർസ്ലേം നഗരിലെ സ്ത്രീകൾ നിൽക്കുമ്പോൾ എന്നാ പറയും? നമ്മൾ തകർക്കപ്പെട്ട് നിൽക്കുമ്പോഴും വേദനിച്ച് നിൽക്കുമ്പോഴും കർത്താവിൻ്റെ നാവിൽ നിന്ന് ആശ്വാസത്തിൻ്റെ വാക്കാണ് വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അതൊരു അഭിഷേകമായി മാറും എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 25-ാം തിരുവചനം. പ്രഭാഷകൻ 28-25. വാക്കുകൾ അളന്നു തൂക്കി മാത്രം ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായൊരു അവയവം നമ്മുടെ നാവാണ്, അല്ലേ? ഇത് സ്വാഭാവികമായി ഇതിനൊരു വാതിലും പൂട്ടും ഒക്കെ കർത്താവ് തന്നിട്ടുണ്ട്. എന്താണ്? പല്ലുകളുടെ ഒരു വാതിലും ചുണ്ടിൻ്റെ ഒരു പൂട്ടും ഇട്ടിട്ടാണ് ഈ അവയവം നമുക്ക് തന്നത്. കാരണം കർത്താവിനറിയാം ഇത് വളരെ അപകടകാരിയായ ഒരു കാര്യമാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മളിത് ഉപയോഗിക്കാവൂ. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണ്? ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും ഒക്കെ ഇത് പുറത്തായതുകൊണ്ട് നമ്മൾ കാരണവും നമ്മളും ഒരേപോലെ അസ്വസ്ഥമാവുകയാണ്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 24-ാം തിരുവചനം. സുഭാഷിതങ്ങൾ 16-24.
ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. അപ്പോൾ വാക്കിനെ, നല്ല വാക്കിനെ വചനം ഉപമിക്കുന്നത് എന്തിനോടാണ്? തേനോടാണ്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? നല്ല വാക്ക് പഞ്ചാര പോലെയാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? എന്തിനാണ് ഈ നല്ല വാക്കിനെ തേനിനോട് ഉപമിക്കുന്നത്? എന്താണ്? പഞ്ചസാരയുടെ രുചിയും തേനിൻ്റെ രുചിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? പഞ്ചസാരയുടെ രുചിയുടെ പ്രത്യേകത എന്താ? അത് നമ്മുടെ അല്പം നാവിലോട്ട് വെച്ച് നമ്മൾ അലിച്ചിറക്കിയാൽ അപ്പം തന്നെ ആ നാവിൽ നിന്ന് ആ ടേസ്റ്റ് പോകും. പക്ഷെ തേനിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല തേനാണെങ്കിൽ ഒരു തുള്ളി നമ്മുടെ നാവിലോട്ട് വെച്ചിട്ട് നമ്മൾ എത്ര പ്രാവശ്യം നുണഞ്ഞിറക്കിയാലും പിന്നെയും നമുക്ക് തോന്നും ആ നാവിൻ തുമ്പിൽ അത് ഇരിപ്പുണ്ടെന്ന്. അതാണ് തേനിൻ്റെ പ്രത്യേകത. അതിനൊരു ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ട്. തേനിൻ്റെ രുചിക്ക് കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന ഒരനുഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല വാക്ക് പറയുന്നവൻ മറ്റുള്ളവരുടെ മനസ്സിൽ കുറേ കാലം നിൽക്കും എന്ന്. നമ്മളിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനമുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാലേ, ഞാൻ ഇവിടുന്ന് വചന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളൊരാൾ വന്നിട്ട് പറയാണ്, അച്ഛാ നല്ല വചനമൊക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ വ്യക്തി ഒന്നുകൂടെ നോക്കും അല്ലേ? നോക്കിയിട്ട് ആ ആളുടെ മുഖം ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ നോക്കും. കാരണം എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞതാണല്ലോ. പിന്നെ വഴിയെ വെച്ച് എവിടെ വെച്ചെങ്കിലും കണ്ടാൽ ഞാനൊന്ന് ചിരിക്കാനൊക്കെ ശ്രമിക്കും. നേരെ മറിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ വന്നിട്ട് പറയാം, എന്തുവായിരുന്നു അച്ഛാ, 1 മണിക്കൂർ സമയം ഞങ്ങൾ വെറുതെ എന്തോരം ജോലി ചെയ്യാമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കും അല്ലേ? പിന്നെ എവിടെ വെച്ച് കണ്ടാലും, നിങ്ങളെ കണ്ടാലും എൻ്റെ കാലിൻ്റെ അവിടെ നിന്നൊരു സാധനം ഇങ്ങനെ തരിച്ച് മേലോട്ട് വരും. എന്താ പ്രശ്നം? ഈ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കും. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഞാൻ മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരസ്വസ്ഥതപ്പെടുത്തുന്ന സാന്നിധ്യമാണോ? എന്നെ കാണുമ്പോൾ അവരിങ്ങനെ വഴിമാറിപ്പോകുമോ? അതോ എൻ്റെ അടുത്തേക്ക് വരാൻ അവരാഗ്രഹിക്കുമോ? ഈ നോമ്പ് കാലത്ത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ പരസ്പരം ഒന്ന് ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്, എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ അടുത്ത് വരാൻ സന്തോഷമാണോ? എൻ്റെ മക്കൾക്ക് എന്നോട് ചേർന്ന് നിൽക്കാൻ ഒരു സന്തോഷമുണ്ടോ? എൻ്റെ സഹോദരങ്ങൾക്ക് എന്നോട് ചേർന്ന് നിൽക്കാൻ സന്തോഷമുണ്ടോ? എൻ്റെ നാവ് കൊണ്ട് ഞാൻ മുറിപ്പെടുത്തുന്നവനാണോ? സാധാരണ പറയാറുണ്ടല്ലോ, കൊടുത്ത കൊല്ലത്തും കിട്ടും. നന്മ പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് നന്മ കേൾക്കാം. തിന്മ പറഞ്ഞാൽ അതെവിടാണെങ്കിലും നമുക്കിട്ട് കിട്ടിയിട്ടേ പോകുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ നീതീകരിക്കപ്പെടും, നിങ്ങളുടെ വാക്കുകളാൽ തന്നെ നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ വാക്കുകൾ അപ്രകാരമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോമ്പ് കാലത്ത് നമുക്കെടുക്കാൻ പറ്റുന്ന നല്ലൊരു തീരുമാനങ്ങളിലൊന്ന്, എൻ്റെ വാക്കുകൊണ്ട് ഞാൻ ആരെയും മുറിപ്പെടുത്തില്ല എന്നുള്ളതാകട്ടെ. എൻ്റെ വാക്കുകൾ വിശുദ്ധിയുടെ വാക്കുകളാകട്ടെ, നന്മയുടെ വാക്കുകളാകട്ടെ, പ്രകാശിപ്പിക്കുന്ന വാക്കുകളാകട്ടെ, പരസ്പരം നന്മ പറയാൻ നമുക്കിടയാകട്ടെ. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൂട്ടായ്മകളൊക്കെ വല്ലാതെ ശിഥിലമാകുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ചില വാക്കുകളാണ്. നമ്മുടെ ഒരു ദിവസത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നത് പോലും നമ്മുടെ ചില വാക്കുകളാണ്. നമ്മുടെ വാക്കുകളുടെ ഒരു അഭിഷേകം ചോർന്നു പോകാതിരിക്കാൻ നമുക്കിടയാകണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 2-ാം തിരുവചനം. സുഭാഷിതങ്ങൾ 13:2. സുഭാഷിതങ്ങൾ 13:2 ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സത്ഫലം അനുഭവിക്കുന്നു. അപ്പോൾ നല്ല വാക്ക് പറയുന്നവന് അതിൻ്റെ ഫലം കിട്ടും. വചനം ഉറപ്പ് തരികയാണ്. നന്മ സംസാരിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും. ജെറമിയായുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനം. ജെറമിയ 15:19.
വചനം ഇതാണ്: വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ എൻ്റെ നാവു പോലെയാകും നീ. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ എൻ്റെ നാവു പോലെയാകും നീ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാവിൻ്റെ അഭിഷേകം എനിക്ക് ലഭിക്കാൻ വചനം നൽകുന്ന വഴി എന്താണ്? വിലകെട്ട ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് വീഴാതിരിക്കണം. വിലകെട്ട പറയാത്തൊരപ്പൻ കുഞ്ഞിൻ്റെ തലയിലേക്ക് കൈവച്ചിട്ട് പറയുകയാണ്: മോനെ, നീ അനുഗ്രഹിക്കപ്പെടട്ടാ എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാകും. കാരണം എന്താണ്? വിലകെട്ടവ പറയാത്ത അപ്പൻ്റെ നാവ് സ്വർഗത്തിൻ്റെ നാവ് പോലെയാണ്. വിലകെട്ട പറയാത്തൊരമ്മ കുഞ്ഞിൻ്റെ തലയിലേക്ക് കൈവച്ചിട്ട് നീ അനുഗ്രഹം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹമാകും. കാരണം ആ നാവിന് വിശുദ്ധിയുണ്ട്, ആ നാവിന് അഭിഷേകമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാവിൻ്റെ അഭിഷേകം നമ്മളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് ഒരു തമാശയ്ക്ക് പോലും ഒരു അശുദ്ധമായ വാക്ക് എൻ്റെ നാവിൽ നിന്ന് വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തമാശയ്ക്ക് പോലും. ഞാൻ വികാരിയായിട്ട് ആദ്യമായി ശുശ്രൂഷ ചെയ്യാൻ പോയ പള്ളിയിൽ ഒരു വല്യമ്മച്ചി ഒരു കൊച്ചു കുഞ്ഞിനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു: അച്ഛാ, ഇവൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു: എന്നാത്തിന് വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കണ്ടേ? നിയോഗം പറയാമെങ്കിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ അമ്മച്ചി ഉഴപ്പി പറഞ്ഞു: അങ്ങനെയൊന്നുമില്ല, അച്ചാച്ചനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പം ഞാൻ അമ്മച്ചിയെ ഈ നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പം അമ്മച്ചി എന്നോട് പറയാം: ഓ, എന്നെ പറയാനാച്ചാ, ഇവൻ നാക്കെടുത്താൽ തെറിയേ പറയത്തുള്ളൂ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു: അവന് ബോധമായി തുടങ്ങിയത് കൊണ്ടാണ് അവനങ്ങനെ സംസാരിക്കുന്നത്. കാരണം ആ വീട്ടിലെ ചുറ്റുപാടുമുള്ളവരൊക്കെ ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ അടുത്തും എൻ്റെ അടുത്തും പല പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടുണ്ട്: അച്ഛാ, അച്ഛൻ്റെ ഇടവകക്കാരല്ലേ, സന്ധ്യയായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉറക്കെ പറയരുതെന്ന് ആ വീട്ടുകാരോടൊന്ന് പറയണം എന്ന് പറഞ്ഞാൽ, സന്ധ്യയായി കഴിയുമ്പോൾ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ഉപയോഗിക്കുന്ന വാക്കുകൾ അടുത്ത് നിൽക്കുന്നവർക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ്. പ്രശ്നം സംഭവിച്ചത് എന്താ? ഈ കൊച്ചു കുഞ്ഞ് അപ്പനും അമ്മയും പറയുന്നത്, വല്യപ്പനും വല്യമ്മയും പറയുന്ന വാക്കുകൾ കൊച്ചുങ്ങൾക്ക് വേദവാക്യമാണ്. കൊച്ചു വിചാരിച്ചു നല്ല വാക്കുകളാണല്ലോ, സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണ്. ഈ കൊച്ചു ഇത് കാണാപ്പാടം പഠിച്ചിട്ട് ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, വഴിയിൽ കൂടെ ആര് പോയാലും അവൻ ഈ വാക്ക് വെച്ചാണ് വിളിക്കുന്നത്. ഇപ്പോഴാണ് അമ്മച്ചിക്ക് ബോധ്യമായത് ഇവൻ എന്താ പറയുന്നത്, ഇവൻ പറയുന്നത് തെറിയാണ്. അവർ പറയുമ്പോൾ അത് പ്രശ്നമല്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ചോണം. ഓരോ വാക്കും ശ്രദ്ധിച്ചോണം. അത് അവർ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വളരെ വളരെ ഷാർപ്പാണ് നമ്മുടെ കുഞ്ഞ്. ഞാൻ ഒരു പള്ളിയിൽ ഇങ്ങനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് മുമ്പിലൊരു കൊച്ചു പയ്യൻ ഇരിപ്പുണ്ട്. അപ്പോൾ അവനിങ്ങനെ അവിടുന്ന് കുസൃതിയൊക്കെ കാണിക്കും. അപ്പോൾ ഞാൻ അവനെ പിടിച്ചിങ്ങനെ എൻ്റെ അടുത്തോട്ട് നിർത്തും. അപ്പോൾ അവൻ എൻ്റെ കുപ്പായത്തിലൊക്കെ പിടിച്ച് ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടന്നു. അവൻ എന്നോട് അങ്ങ് അടുത്തു. അപ്പോൾ വചന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവൻ എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞാൻ അവനോട് പോയിരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ അവനോട് ചുമ്മാ വീട്ടിൽ എന്തൊക്കെയുണ്ടാ വിശേഷം എന്ന്. അപ്പോൾ അവന് കൊച്ചിങ്ങനെ ആദ്യം വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആ വീട്ടിലെ അവൻ കണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറയാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഇതിനിയും കേട്ടോണ്ടിരുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മതിയടാ മതി എന്ന് പറഞ്ഞു. അപ്പം പറയാം, ഇല്ലച്ചാ ഇനിയും ഉണ്ട് പറയാൻ. അവൻ ആ വീട്ടിൽ അവൻ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ, അവൻ എന്തൊക്കെ കേട്ടിട്ടുണ്ടോ, അതൊക്കെ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇവന്റെ ഉള്ളിൽ ഇതൊക്കെ എങ്ങനെ ഇരിക്കണം. അവന് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരിടം കിട്ടിയപ്പോ അവൻ എന്ത് ചെയ്ത്, അവനെല്ലാം പറയണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നമ്മുടെ വീട്, നമ്മുടെ ഭവനം വിശുദ്ധമായ സംസാരമുള്ള ഭവനമാണ്. നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ നാവിലേക്ക് അശുദ്ധമായ ഒരു വാക്ക് വരാൻ പാടില്ല. നമ്മുടെ ഭവനത്തിലിരുന്ന്
നമ്മൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കണം. അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വാക്കായിക്കൊള്ളട്ടെ, മറ്റുള്ളവരെ വിധിക്കുന്ന വാക്കുകളായിക്കൊള്ളട്ടെ, മറ്റുള്ളവരെ തകർക്കുന്ന വാക്കുകളായിക്കൊള്ളട്ടെ, അതെല്ലാം നമ്മുടെ തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സമായി മാറും. വീട്ടിലിരുന്ന് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എത്രയോ പേരെ വിധിക്കാറുണ്ട് അല്ലേ? സാധാരണ പറയാറുണ്ട്, നമ്മൾ മാർപ്പാപ്പയെക്കുറിച്ചും കുറ്റം പറയും, കാതോലിക്ക ബാബയെക്കുറിച്ചും കുറ്റം പറയും, പിന്നെ വികാരിയച്ഛനെ കുറിച്ചും പറയും, സിസ്റ്ററിനെ കുറിച്ചും പറയും, സ്വന്തം അപ്പനെക്കുറിച്ചും പറയും, അമ്മയെക്കുറിച്ചും പറയും, സഹോദരനെ കുറിച്ചും ആര് നമ്മുടെ ചിന്തയിൽ നമ്മൾ മാത്രമാണ് എന്ത് പെർഫെക്റ്റ്. ബാക്കി എല്ലാവർക്കും കുറവാണ്. ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറച്ചില് നമ്മളെ മാത്രമല്ല, നമ്മൾ നിൽക്കുന്ന ഇടത്തെ കൂടി അശുദ്ധമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടണം.